നിങ്ങൾ കരുതുന്നുണ്ടാവും മണി വെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് എന്നുള്ളത്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത്. ആക്ച്വലി ദർ ആർ 5 ടൈപ്സ് ഓഫ് വെൽത്ത്. 5 ടൈപ്പ് വെൽത്ത് ഉണ്ട് അക്കോർഡിംഗ് ടു ദി വേൾഡ് ഫേമസ് ഓതർ സാഹിൽ ബ്ലൂം. സാഹിൽ ബ്ലൂം എഴുതിയ 5 ടൈപ്സ് ഓഫ് വെൽത്തിൽ 5 ടൈപ്പ് വെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിലെ ഒരു വെൽത്താണ് മണി വെൽത്ത്. അതിൻ്റെ മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വെൽത്താണ് ബാക്കി 4 വെൽത്തും. ഇതിലെ ഒരു വെൽത്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വെൽത്താണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു മണി വെൽത്ത് ഇതിലെ ഏറ്റവും അവസാനത്തെ വെൽത്താണ്. അതിൻ്റെ മേലെയാണ് ബാക്കി എല്ലാ വെൽത്തും കിടക്കുന്നത്. അപ്പോൾ ഈ 4 വെൽത്തിലും നമ്മൾ ഫോക്കസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവസാനത്തെ മണി വെൽത്ത് നമുക്ക് വന്നു ചേരും. അതാണ് കൺസെപ്റ്റ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ 5 ടൈപ്പ് ഓഫ് വെൽത്ത്. അതിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വെൽത്ത് ഏതാണ്. ഒരു പിരമിഡിൻ്റെ ഷേപ്പ് സങ്കല്പിക്കുക കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഞാൻ മണി വെൽത്ത് കൊടുക്കുകയാണ്. ഏറ്റവും അവസാനത്തെ വെൽത്ത് മണി വെൽത്ത്, ഏറ്റവും ആദ്യത്തെ വെൽത്ത് ടൈം വെൽത്ത്. ഓക്കെ, ഈ പിരമിഡ് കൊടുക്കാൻ കാരണം ഈ പിരമിഡ് മേലേക്ക് വരുന്നതോറും ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ടല്ലോ. ഈ ചുരുങ്ങി വരുന്ന ഏരിയയിലാണ് ഞാൻ ടൈം വെൽത്ത് കൊടുത്തത്. കാരണം ടൈം വെൽത്ത് ഈസ് വെരി മച്ച് ലിമിറ്റഡ്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ എടുത്ത് നോക്കിയാൽ ദാറ്റ് ഈസ് 74 ഇയേഴ്സ്. 74 വർഷമാണ് ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏജ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഫിഗർ ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് വെരി മച്ച് ലിമിറ്റഡ്. ആ ആവറേജ് ടൈം എടുത്താൽ അത് ലിമിറ്റഡ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്കും പോയില്ല, അതിൻ്റെ അപ്പുറത്തേക്കും പോയില്ല. സ്പിരിച്വലി സ്പീക്കിംഗ് എവ്രി വൺസ് ഡെത്ത് ഈസ് പ്രീ ഡെസ്റ്റൈൻഡ്. എല്ലാവരും മരിക്കാൻ പോകുന്ന ടൈം ഓൾറെഡി പ്രീ ഡെസ്റ്റൈൻഡ് ആണ്, ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്പിരിച്വലി സ്പീക്കിംഗ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ ലിമിറ്റഡ് ടൈം. അതിൻ്റെ അപ്പുറത്തേക്കും പോകില്ല, അതിൻ്റെ ഇപ്പുറത്തേക്കും പോകില്ല. ആ ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ഒരു 74 വർഷം കാണണ്ട, ഒരു ദിവസം കാണാം. ഒരു ദിവസമാണ് എല്ലാവർക്കും ഉള്ളത്. പലരും ആ ഒരു ദിവസം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ പലരും ആ ഒരു ദിവസം തീരെ എഫക്റ്റീവ് അല്ലാതെ ഉപയോഗിക്കുന്നു. അപ്പോൾ ടൈമിൻ്റെ കേസിൽ നിങ്ങൾ അധികം ചിന്തിക്കേണ്ടത് ഒന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടോ, നല്ല ഉത്സാഹം ഉണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, നമ്മൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ടൈമിനുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ട് നോക്കുക. ഇൻ അതർ വേർഡ്സ് ലെവറേജ്. നമ്മളൊരു മണിക്കൂർ ഇട്ടു, ആ ഒരു മണിക്കൂറിന് ഇത്ര റിസൾട്ട് കിട്ടി. വേറൊരാൾ 1 മണിക്കൂറിന് ഇട്ടു, ആ 1 മണിക്കൂറിന് ഇത്ര റിസൾട്ട് കിട്ടി. ഫസ്റ്റത്തെ ആൾക്ക് ഇത്ര കിട്ടിയുള്ളൂ, രണ്ടാമത്തെ ആൾക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്ക് ലെവറേജ് കൂടുതലാണ്. ഈ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ രണ്ടാമത്തെ ആൾക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇടുന്ന ടൈമിനും എനർജിക്കും ആനുപാതികമായിട്ടാണോ, അതിനേക്കാൾ ഒരുപാട് മുകളിലാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കണം. അങ്ങനെ ഒരുപാട് അധികം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി ടൈമിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽത്ത് ടൈം വെൽത്താണ്. ടൈം വെൽത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽത്താണ് സോഷ്യൽ വെൽത്ത്. സോഷ്യൽ വെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഞാൻ അവസാനം പറഞ്ഞ മണി വെൽത്ത് അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ വെൽത്ത് വേണം. കാരണം ഈ സോഷ്യൽ വെൽത്താണ് നമുക്ക് ഈ അവസാനത്തെ മണി വെൽത്ത് തരാൻ പോകുന്നത്. സോഷ്യലി നമ്മൾ എത്ര ആളുകളുമായിട്ട് മീനിങ് ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫോർ ദാറ്റ് ലാംഗ്വേജ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ലാംഗ്വേജ് കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഷ്യൽ വെൽത്ത്. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്ന് തുടങ്ങണം. ഹൗ ഗുഡ് യുവർ ഫാമിലി ഈസ്. നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് എത്രത്തോളം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യാതെ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഫാമിലിയിൽ നിങ്ങൾ പോക്കാണെന്നുണ്ടെങ്കിൽ സോഷ്യലി നിങ്ങൾ പോക്കായിരിക്കും. ഫാമിലിയിൽ നിങ്ങളുടെ വൈഫിനായിട്ടും നിങ്ങളുടെ കുട്ടികളായിട്ടും നിങ്ങളുടെ പാരൻസിനായിട്ടും നിങ്ങളുടെ സിബ്ലിങ്സിനായിട്ടും നല്ല അടിപൊളി സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നിങ്ങളെ ഭയങ്കര ദേഷ്യമാണ്, നിങ്ങളെ എപ്പോഴും കോസിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർത്ത്ലെസ് ആണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും അവഗണിക്കുന്നതും നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത ഫാമിലി ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ അങ്ങോട്ട് വാല്യൂ കൊടുക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിലും, നിങ്ങളെപ്പോഴും ഫാമിലിയുടെ ഇടയിൽ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് സംസാരിക്കാറ് എന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും, നിങ്ങളുടെ വൈഫിനായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സോഷ്യലി ഔക്വേർഡാണ്. സോഷ്യലി നിങ്ങൾക്കൊരു വെൽത്ത് ഇല്ല. ഫാമിലിയിൽ നല്ല കണക്ഷൻ ഇല്ലാതെ നിങ്ങൾക്കൊരിക്കലും സൊസൈറ്റിയിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഫസ്റ്റ് ഫിക്സ് യുവർ ഫാമിലി, സ്റ്റാർട്ട് ഫിക്സിങ് ഇൻസൈഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ള ആദ്യം ശരിയാക്കുക, ഫാമിലി റിലേഷൻഷിപ്പ് ആദ്യം ശരിയാക്കുക, പിന്നെ പുറത്തെ റിലേഷൻഷിപ്പ് ശരിയാക്കുക. ഇവിടെ ശരിയായാൽ പുറത്തും ശരിയാവും. ദാറ്റ് ഈസ് എ സീക്രട്ട്. ഫാമിലി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പുറം, അതായത് സൊസൈറ്റി, ഔട്ട്സൈഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു റേഞ്ച് വളരെ വലുതാണ്. നമുക്ക് ഗ്ലോബലി പോവാം. ഫോർ ഗോയിങ് ഗ്ലോബലി വി നീഡ് ടു ലേൺ ഗ്ലോബൽ ലാംഗ്വേജ്. ആൾക്കാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് എല്ലാം പഠിക്കും. അപ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാരായിട്ടെല്ലാം കണക്ട് ചെയ്യാം
അവയായിട്ടെല്ലാം മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ എല്ലാ ലാംഗ്വേജും കൂടി പഠിക്കില്ല, ഏതെങ്കിലും ഒരു അടിപൊളി ലാംഗ്വേജ് പഠിക്കും. സോ നൗ ദി ബെസ്റ്റ് ലാംഗ്വേജ് യു ക്യാൻ ലേൺ to build social wealth is nothing but English language, because it is a global language. If you learn English language, you can build social wealth globally, and there is no limit. Actually there is a limit, but the limit is very high. Okay, ഒരു വലിയ ലിമിറ്റാണ്, ആ ലിമിറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. Okay, that is all about social wealth, second wealth. Okay, the third wealth is mental wealth. ഞാനിത് ഈ ഒരു ഓർഡർ ഞാൻ കൊടുത്തതല്ല, ഓദർ സാഹിൽ ബ്ലൂം കൊടുത്തതാണ്. പക്ഷേ ഈ ഒരു ഓർഡർ നല്ല അടിപൊളി ഓർഡറാണ്. കാരണം ടൈം വെൽത്ത് കഴിഞ്ഞിട്ട് സോഷ്യൽ വെൽത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെൻ്റൽ വെൽത്താണ്. ഈ സോഷ്യൽ വെൽത്ത് ബാഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് പോക്കാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് വളരെ പോക്കായിരിക്കും. കാരണം നിങ്ങളുടെ ഫാമിലിൻ്റെ ഉള്ളിൽ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കിഡ്സ്, നിങ്ങളുടെ സിബ്ലിങ്സ്, ഇവരാരും നിങ്ങളോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. ഈ ഒരു കണക്ഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും എപ്പോഴും. നമ്മളെ മെൻ്റൽ ഹെൽത്ത് വളരെ പോക്കായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡിപ്രഷൻ, അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം വരുന്നതാണ്. നമ്മൾ ഫാമിലി നല്ലതല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ഓട്ടോമാറ്റിക്കലി ബി ഡിപ്രസ്ഡ്. നമുക്ക് നല്ലൊരു പാർട്ണർ ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി ഡിപ്രസ്ഡ്. നിങ്ങൾ ഒരു ഉദാഹരണം നോക്കുക, നിങ്ങളൊരു വൈഫാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആൽക്കഹോളിക്കാണ്, എപ്പോഴും അബ്യൂസും കാര്യങ്ങളൊക്കെയാണ്, ഹിറ്റിംഗ് ആണ്, അങ്ങനത്തെ ഒരു കയോറ്റിക് ഫാമിലി എൻവയൺമെൻറ്റാണ് നിങ്ങളുള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഡിപ്രസ്ഡ് ഓട്ടോമാറ്റിക്കലി. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെൻ്റൽ ഹെൽത്ത് വളരെയധികം ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഫാമിലി ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെൻ്റൽ വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ മെൻ്റൽ വെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് പറയാൻ പോകുന്ന നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽത്തായിട്ടുള്ള ഫിസിക്കൽ വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഹെൽത്തിൽ ഞാൻ കുറച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ഐ ലേൺഡ് കോഴ്സ് ഓൾസോ. ഞാനൊരു ഹെൽത്തിലൊരു കോഴ്സും പഠിച്ചിട്ടുണ്ട്. കോഴ്സ് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് അവരെല്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ഫിസിക്കൽ ഇൽനെസ്, അതായത് നമുക്ക് വരുന്ന ഡിസീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്, റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡാണ്, മെൻ്റൽ ഹെൽത്താണ്. മെൻ്റൽ ഹെൽത്തിലാണ് നമുക്ക് ബാക്കി എല്ലാ ഫിസിക്കൽ ഇൽനെസ്സും വരുന്നത്. ഒരു ഉദാഹരണം പറയാം, നമുക്ക് ഉള്ള 4 മെയിൻ ഇമോഷൻസ് ഉണ്ട്. എക്സ്ട്രീം ആങ്കർ, ഭയങ്കര ദേഷ്യം; എക്സ്ട്രീം സാഡ്നെസ്, ഭയങ്കര സങ്കടം; എക്സ്ട്രീം ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം; എക്സ്ട്രീം ഫിയർ, ഭയങ്കര പേടി. സോ ഈ 4 ഇമോഷനും ഏതെങ്കിലും ഒന്നിലായാലും നമ്മൾ അധികം പെട്ടുപോയാൽ നമ്മളുടെ മെൻ്റൽ സ്റ്റേറ്റ് വീക്കായിക്കൊണ്ടിരിക്കും. അത് നമ്മളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കും. കാരണം ഈ മെൻ്റൽ ഇമോഷൻസിൻ്റെ ആധിക്യം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളെല്ലാം നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും. മൊത്തത്തിൽ ബോഡീനെ നമുക്ക് അസുഖങ്ങൾ വരാനെല്ലാം കാരണം. അതിന് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഈ വീഡിയോയിൽ ഞാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ മൂന്നാമത്തെ വെൽത്തായിട്ടുള്ള മെൻ്റൽ വെൽത്ത് പോക്കാണെന്നുണ്ടെങ്കിൽ, അത് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിസിക്കൽ വെൽത്തിനെ നമ്മൾ ബാധിക്കും. ഫിസിക്കൽ വെൽത്തിനെ ബാധിച്ചാൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് സൊസൈറ്റിനെ സെർവ് ചെയ്യാൻ കഴിയില്ല. അവസാനത്തെ മണി വെൽത്ത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഏറ്റവും അവസാനത്തെ മണി വെൽത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണം. അതാണ് ഫിസിക്കൽ വെൽത്ത്. ഈ ഫിസിക്കൽ വെൽത്ത് ഈസ് ഈക്വൽ ടു എനർജി. നമ്മൾ കുറേ മസിലും കാര്യങ്ങളല്ല, നമ്മളെ ഹെൽത്തി ആവണം, അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോണിക് അതർ ഡിസീസ് ഏതെങ്കിലും ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു വെൽത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത ഉണ്ടാവില്ല. ഇതെങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതി എന്നായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല, സൊസൈറ്റിയിലേക്ക് സെർവ് ചെയ്യാൻ കഴിയില്ല, അതർ പീപ്പിൾസിനെ സെർവ് ചെയ്യാൻ കഴിയില്ല. സെർവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണി വരില്ല. കാരണം നമുക്ക് വരുന്ന മണി എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന സർവീസിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ എത്രത്തോളം സർവീസ് കൊടുക്കുന്നു, എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് നമുക്ക് വരുന്ന മണി. എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മണി വെൽത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി ടൈം വെൽത്ത് ഉണ്ട്, സോഷ്യൽ വെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ വെൽത്ത് ഉണ്ട്, ഫിസിക്കൽ വെൽത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഓർഡറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോന്നാൽ അവസാനം നമ്മളുടെ മണി വെൽത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ആയിട്ടുണ്ടാകും. കാരണം നമുക്ക് ഒരുപാട് നല്ല കണക്ഷൻസ് ഉണ്ട്, നമുക്ക് എനർജി ഉണ്ട്, നമുക്ക് ലെവറേജ് ഉണ്ട്, ടൈം യൂസ് ചെയ്യാൻ അറിയാം, മെൻ്റലി സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്. സോ വി ആർ ഗോയിങ് ടു മേക്ക് മണി. ഓക്കെ, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വെൽത്താണ് ഏത് വെൽത്ത്? സോഷ്യൽ വെൽത്ത്. സോഷ്യൽ വെൽത്ത് ഉണ്ടാക്കാൻ ഒറ്റ വഴിയുള്ളൂ, വി നീഡ് ടു സ്പീക്ക് വെൽ. നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം. ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ പഠിക്കുക.
ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചാൽ വി ആർ ബിൽഡിങ് സോഷ്യൽ വെൽത്ത്. മലയാളത്തിൽ അടിപൊളിയായിട്ട് സംസാരിച്ചാൽ വി ക്യാൻ ബിൽഡ് എ സോഷ്യൽ വെൽത്ത് ഹിയർ ഇൻ കേരള. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് ഗ്ലോബലി സോഷ്യൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. സോ ബൈ ദി വേ, ഇഫ് യു ആർ സം വൺ ഹു ഈസ് ട്രൈങ് ടു ബിൽഡ് സോഷ്യൽ വെൽത്ത് ഗ്ലോബലി, ഐ ആം റണ്ണിങ് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി. ഞാനൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇഫ് യു ആർ സീരിയസ് ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. നിങ്ങൾ ഇൻട്രസ്റ്റഡും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. അതിൽ നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദർ ഇസ് എ ലിങ്ക് down in the comment below. You can click the link, you can join and you can speak and you can improve yourself. And ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പെയ്ഡ് സർവീസസും എൻ്റെ ടീം കൊടുക്കുന്നുണ്ട്. So if you are interested, if you are serious, you can consider that as well. Join the link and be part of the community. Create social wealth by learning this language and by upskilling your English speaking skill to the next level. Okay, bye bye, all the best.